അഴകിയ രാവണനിലൂടെയും രാജശില്പിയിലൂടെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെയുമെല്ലാം മലയാളികളെ വിസ്മയിപ്പിച്ച നടിയാണ് ഭാനുപ്രിയ. അതിനൊപ്പം നർത്തകിയായും തിളങ്ങിയ കാലമായിരുന്നു അത്. ഏറെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്കും കാലെടുത്തു വച്ച ഭാനുപ്രിയയുടെ ദാമ്പത്യം നീണ്ടുനിന്നത് വെറും 7 വർഷം മാത്രമായിരുന്നു. ആ ബന്ധത്തിൽ ഒരു മകളും ജനിച്ചു. പിന്നീട് 2018-ൽ ഭർത്താവിന്റെ മരണം സംഭവിക്കും വരെ അകന്നായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നതെങ്കിലും അഗാധമായി തന്നെ പരസ്പരം സ്നേഹിച്ചിരുന്നു. മകളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മരണം വലിയ ഷോക്കായി ഭാനുപ്രിയയ്ക്ക് മാറുകയും ചെയ്തു. പിന്നാലെ രോഗങ്ങൾ കീഴടക്കി തുടങ്ങുകയായിരുന്നു നടിയെ. ഏറെ സ്നേഹിച്ച നൃത്തം പോലും പരിശീലിക്കാൻ കഴിയാതെ കഴിഞ്ഞ 2 വർഷമായി ഇരുട്ടിലായ ജീവിതമാണ് ഭാനുപ്രിയയ്ക്കിപ്പോൾ. ഗുരുതരമായ മറവി രോഗമാണ് നടിയെ ബാധിച്ചത്. ഭർത്താവിന്റെ മരണത്തിനു പിന്നാലെ കാട്ടിത്തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെയും ഇഷ്ടങ്ങളെയും എല്ലാം ബാധിക്കാൻ തുടങ്ങുകയായിരുന്നു. ചെറുപ്പം മുതൽ നൃത്തത്തിൽ താല്പര്യമുണ്ടായിരുന്ന ചലച്ചിത്ര മേഖലയിലും പൊതുജീവിതത്തിലും സ്വന്തമായി ഒരിടം കണ്ടെത്തിയ ഭാനുപ്രിയയ്ക്ക് ഇവയിലെല്ലാം താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോകുകയാണ്. ഡാൻസിൽ താല്പര്യമില്ല, വീട്ടിൽ പോലും നൃത്തം പരിശീലിക്കാറില്ല എന്ന അവസ്ഥയിലായിരുന്നു 2 വർഷം മുൻപ് ഭാനുപ്രിയ. രോഗം ഗുരുതരമായ അവസ്ഥയിലെത്തിയതോടെ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സ്വന്തം സംഭാഷണങ്ങൾ പോലും മറന്നുപോകുന്ന അവസ്ഥയും വന്നു. ചില നേരങ്ങളിൽ ചില മനിതர்கள் എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു നടി. ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ നടി സംഭാഷണങ്ങൾ മറന്നുപോവുകയായിരുന്നു. അവസാനമായി ശിവകാർത്തികേയന്റെ അയലാൻ എന്ന സിനിമയിലാണ് ഭാനുപ്രിയ അഭിനയിച്ചത്. അതിനുശേഷം പൂർണ്ണമായും രോഗം കീഴടക്കിയ നടി ഇപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് കഴിയുന്നത്. 2005-ൽ വിവാഹം കഴിച്ച ഭാനുപ്രിയയുടെ ദാമ്പത്യത്തിന് 7 വർഷത്തെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും അതിനുശേഷം ഏകമകൾ അഭിനയയുടെ കാര്യത്തിന് എന്തിനും ഏതിനും ഒപ്പം നിന്നവരായിരുന്നു ഭാനുപ്രിയയും ഭർത്താവും. എങ്കിലും 8 വർഷം മുമ്പാണ് ആദർശ് കൗശൽ ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങുന്നത്. അതിനുശേഷം വിദേശത്തേക്ക് പോവുകയായിരുന്നു മകൾ അഭിനയ. ലണ്ടനിൽ പഠനവും ജോലിയും മറ്റുമായി കുടിയേറിയ ആ പെൺകുട്ടി ഇപ്പോൾ 26-കാരിയാണ്. കാണാൻ അമ്മയേക്കാൾ ഒരുപടി കൂടുതൽ സുന്ദരിയാണ് അഭിനയ. മകളെ കലാരംഗത്തേക്ക് എത്തിക്കണം എന്നതായിരുന്നു ഭാനുപ്രിയയുടെ ആഗ്രഹം. നൃത്തവും മറ്റും പഠിപ്പിച്ചിരുന്നെങ്കിലും പഠനത്തിന്റെ ലോകത്തേക്കായിരുന്നു അഭിനയ പോയത്. ഇപ്പോൾ അമ്മയ്ക്കൊപ്പം ചെന്നൈയിൽ കഴിയുന്ന ഭാനുപ്രിയയ്ക്ക് സ്വന്തമായി ഒരു വീടുണ്ടെങ്കിലും അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അടുത്തിടെ മറവി രോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗുരുതരമായി തന്നെ അലട്ടിയതോടെ അമ്മയ്ക്കരികിലേക്ക് മാറുകയായിരുന്നു നടി. ഇപ്പോൾ അവിടെ സഹോദരിയും ഭർത്താവുമെല്ലാം ഒപ്പമുണ്ട്. വിവാഹശേഷം 7 വർഷങ്ങൾക്കിപ്പുറം അകന്നു ജീവിക്കാൻ ഭാനുപ്രിയയും ഭർത്താവും ആരംഭിച്ചിരുന്നുവെങ്കിലും അവർ ഒരിക്കലും വിവാഹമോചിതരായിരുന്നില്ല. ഒടുവിൽ 2018-ൽ ആദർശ് മരിച്ചത് വലിയ ഷോക്കായിരുന്നു ഭാനുപ്രിയയ്ക്ക്. ഇതോടെയാണ് അസുഖങ്ങളും തുടങ്ങിയത്. അതേസമയം ഭാനുപ്രിയയുടെ മാനസിക നില തെറ്റി എന്നടക്കം വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.